അടുത്തതായി വൈദ്യർ സ്മാരക പ്രഭാഷണം ഡോക്ടർ PS ശ്രീകല, കലയും പുതിയ കാലവും എന്ന വിഷയത്തിൽ ഡോക്ടർ PS ശ്രീകലയുടെ പ്രഭാഷണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആദരണീയനായ മിനിസ്റ്റർ ശ്രീ V. അബ്ദുറഹ്മാൻ അവർകൾ, വേദിയിലുള്ള അക്കാദമിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനിത് രണ്ടാമത്തെ തവണയാണ് അക്കാദമിയുടെ ഈ പരിസരത്ത് വരുന്നത്. അക്കാദമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത് ആദ്യമായിട്ടാണ്. 4-5 വർഷം മുമ്പ് സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്ര കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുകയുണ്ടായി. ആ സമയത്ത് ഇവിടെ വെച്ചാണ് കൊണ്ടോട്ടിയിലെ ജാഥ സ്വീകരണ പരിപാടി നടന്നത്. അത് നമ്മുടെ താഴെ മുറ്റത്ത് ഒരു പന്തലിലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അക്കാദമിയിൽ വരുന്നത്. ആദ്യമായിട്ടാണ് അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത്. അതിൽ അതിയായ അഭിമാനമുണ്ട്. അതിന് എന്നെ ക്ഷണിച്ച അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ ബഷീർ ചുങ്കത്തറ അടക്കമുള്ള ഭാരവാഹികളോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ കേട്ടതോടെ അദ്ദേഹം പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടൊപ്പം സദസ്സിൻ്റെ ഒരു 90% പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ പുതിയ കലയും കാലവും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇതുവരെ വന്നതല്ലേ, അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇവിടെ ഇരിക്കുന്നവർ എന്നെ സഹിക്കേണ്ടതായി വരും. അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ബാക്കി അവശേഷിക്കുന്ന ആളുകളും കൂടി പോയി കളയരുത്. വലിയ പരിക്കൊന്നുമില്ലാതെ നിങ്ങളെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് സ്വതന്ത്രരാക്കാം. ഇതിന് ശേഷം ഒരു ഗാനമേള മത്സരമൊക്കെ നടക്കുകയാണ്. അതിൻ്റെ പരിശീലനം ആണെന്ന് തോന്നുന്നു. പുറകിൽ ഓർക്കസ്ട്രയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ പരിപാടി കഴിഞ്ഞാൽ, വിശേഷിച്ച് എൻ്റെ വർത്തമാനം കഴിഞ്ഞാൽ, ധാരാളം ആളുകൾ ഈ ഹാളിനുള്ളിലേക്ക് കടന്നു വരും. ഗാനമേള, പാട്ടുകൾ കേൾക്കാനുള്ള താല്പര്യത്തിന് അത്ര പ്രസംഗത്തേക്കാൾ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന അക്കാദമി തന്നെയും കലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. കലയെ എങ്ങനെയാണ് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, അവതരിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും കാലാതീതമായി നിൽക്കുന്ന, ഈ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് മൊയിൻകുട്ടി വൈദ്യർ ഈ കലാരംഗത്ത് സംഭാവനകൾ നൽകി ഉണ്ടായിരുന്നത്. 39-40 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടുവല്ലോ. അപ്പോൾ കാലാതീതമായി നിൽക്കുന്ന
ഒരു ഉദാഹരണമാണ് മൊയിൻകുട്ടി വൈദ്യരുടെ സംഭാവനകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹുസ്നുൽ ജമാൽ ബദ്രുൽ മുനീർ എന്ന കാവ്യം വാസ്തവത്തിൽ ഇന്നും മാപ്പിളപ്പാട്ടുകളുടെ ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചയമായി. ആ കാവ്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മാപ്പിളപ്പാട്ടുകൾ തന്നെ മുന്നോട്ട് പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന മാപ്പിള പാട്ടിന് അല്ലെങ്കിൽ മാപ്പിള സാഹിത്യത്തിന് ഭക്തിയുടെ മാത്രമായ ഒരു പരിവേഷം അല്ലെങ്കിൽ മുഖ്യമായ പരിവേഷം അതായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രണയത്തെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ബദ്രുൽ മുനീർ പാട്ടുകൾ നൽകുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ പ്രണയം അങ്ങനെ തള്ളിക്കളയേണ്ടുന്ന ഒന്നല്ല എന്നും ഏറ്റവും മനോഹരമായ മനുഷ്യ സ്നേഹത്തിൻ്റെ ഇടമാണ്, തലമാണ് ആ പ്രണയത്തിനുള്ളത് എന്നുമാണ് മൊയിൻകുട്ടി വൈദ്യർ ആ കലയിലൂടെ, അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ അത് നമ്മൾ എത്രമാത്രം അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മവിമർശനത്തിന് അല്ലെങ്കിൽ ആത്മപരിശോധനയ്ക്ക് അവസരം നൽകേണ്ടുന്നൊരു കാര്യമാണ്. മനുഷ്യനാണ് പ്രധാനം എന്ന ഒരു ആശയം, മനുഷ്യ സ്നേഹമാണ് പ്രധാനം എന്ന ഒരു ആശയം ചക്രവർത്തിയുടെ മകളും ചക്രവർത്തിയുടെ മന്ത്രിയുടെ മകനും തമ്മിലുള്ള പ്രണയം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ആ സ്നേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേയേറെ മനുഷ്യരെ അവതരിപ്പിച്ചുകൊണ്ട് അത്തരം മനുഷ്യരുടെ മനസ്സ് മാറേണ്ടതുണ്ട് എന്നാണ് മൊയിൻകുട്ടി വൈദ്യർ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ സ്നേഹം ഏത് തരത്തിലുള്ളതായാലും, അത് മാതാപിതാക്കൾ തമ്മിലുള്ളതോ, മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ളതോ, സഹോദരങ്ങൾ തമ്മിലുള്ളതോ, കാമുകി കാമുകന്മാർ തമ്മിലുള്ളതോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതോ, സുഹൃത്തുക്കൾ തമ്മിലുള്ളതോ, സഹപ്രവർത്തകർ തമ്മിലുള്ളതോ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ദേശത്ത് കഴിയുന്ന മനുഷ്യര് തമ്മിലുള്ളതോ ഒക്കെ ആണെങ്കിലും സ്നേഹം അത് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടുന്ന, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു വികാരമാണ് എന്ന സന്ദേശമാണ് മൊയിൻകുട്ടി വൈദ്യർ മുന്നോട്ട് വെച്ചത്. അതുവരെ ഇല്ലാതിരുന്നൊരു സന്ദേശം. അപ്പോൾ കല സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. പുതിയ കാലത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് യുവതലമുറയെല്ലാം വലിയ കുഴപ്പമാണ്, പഴയ കാലമായിരുന്നു നല്ലത് എന്നൊക്കെയാണ്. എല്ലാ കാലത്തിനും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും നല്ല വശങ്ങളും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പോയ കാലത്തേക്കാൾ നല്ലതാണ് പുതിയ കാലം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വലിയ തോതിൽ വിവേചനങ്ങൾ നിലനിന്ന ഒരു കാലമായിരുന്നു പഴയ കാലം. ആ കാലത്ത് തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കലാരൂപങ്ങളും സാഹിത്യ രൂപങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മതത്തിനുള്ളിൽ നിലനിൽക്കുന്ന, നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കൃതികളും ഉണ്ടായിട്ടുണ്ട്. KT മുഹമ്മദ് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ?
പ്രശസ്തനായ നാടകകൃത്ത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന നാടകത്രയം എങ്ങനെയാണ് സമൂഹത്തിലെ ദുരിതത്തെ നമ്മുടെ മുന്നിലേക്ക്, നമ്മളെപ്പോഴും വിശേഷിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, വളരെ പ്രകടമായി കാണുന്ന ഒരു ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരാണ്. പക്ഷേ അതല്ല, സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളും നിസ്വരും നിരാലംബരും ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരൻ കൂടിയാണ് KT. അതോടൊപ്പം അതുപോലെ ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഉണ്ട്. KTയുടെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ ഖദീജ എന്ന് പേരുള്ള കഥാപാത്രം, ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ ബാപ്പയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചോദിക്കുന്നൊരു ചോദ്യം. മുടി നാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടക്കണമെന്നല്ലേ പറയുന്നത് മരിച്ചു ചെന്നിട്ട്. അല്ലേ? ഇതിൻ്റെ ബാക്കിയും തുടക്കവും എല്ലാം അറിയുന്നവരാണ്. ഇവിടെ ഇരുന്ന് മൂളുന്നുണ്ട്, പാടുന്നുണ്ട് പലരും. ഖദീജ അങ്ങനെ പറയുമ്പോൾ, അപ്പോൾ എന്നിട്ട് ഖദീജ ചോദിക്കുന്നത്, ബാപ്പയോട് ചോദിക്കുന്നത്, ബാപ്പ എനിക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ മുടിനാര് 7 കീറിയിട്ട് പാലം കെട്ടുക എന്ന ചോദ്യം ഖദീജ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ബാപ്പയുടെ മറുപടി എന്താ? പാപം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ്. ഞാൻ പറഞ്ഞത്, അന്ധവിശ്വാസത്തെ, മതത്തിനുള്ളിലെ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആ മതത്തിനുള്ളിൽ നിന്ന് തന്നെ എഴുത്തുകാരും കലാകാരന്മാരും മുന്നോട്ട് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. വാസ്തവത്തിൽ അതിനൊരു തുടക്കം കുറിക്കുകയാണ് മോയിൻകുട്ടി വൈദ്യർ ചെയ്തത്. കാലം മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ ആ മാറുന്ന കാലത്തിനനുസരിച്ച്, സമൂഹത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ആ സമൂഹത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കലയിലുണ്ടാവും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥ ആണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു പോയത്. മതന്യൂനപക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളി. മതം ഏതാണ് എന്ന് പരിശോധിക്കാൻ ഉടുതുണി ഉരിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്ന കലകൾ ഉണ്ടാവണ്ടേ? സാഹിത്യത്തിൽ അതുണ്ടാവണ്ടേ? പൂവിനെയും അമ്പിളിയമ്മാവനെയും നക്ഷത്രങ്ങളെയും കുറിച്ച് മാത്രമേ ഞാൻ എഴുതൂ? മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വിവേചനങ്ങളും ഒന്നും എനിക്കൊരു വിഷയമല്ല എന്നു പറയുന്നത് ഉചിതമാണോ? കല എന്നാൽ അത് അങ്ങനെ മതിയോ? വിനോദത്തിന് മാത്രമുള്ളൊരു ഉപാധിയായാൽ മതിയോ കല? സമൂഹത്തിലെ അനീതികളെ ചോദ്യം ചെയ്യണ്ടേ? അടിമത്തത്തെ ചോദ്യം ചെയ്യണ്ടേ? സ്വാതന്ത്ര്യത്തിനു വേണ്ടി കല വാദിക്കണ്ടേ? ഇത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശേഷിച്ച്, പൊതുവിൽ മതന്യൂനപക്ഷങ്ങളും ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്ന് പറയുന്ന ഭരണാധികാരികൾ ഉള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് മനുഷ്യൻ്റെ വിഷമങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്കത് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുക? കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണ് അതിൽ കാണും ചൈതന്യം സനാതനം എന്നെഴുതിയത് വയലാറാണ്. ഞാനിവിടെ ഒന്ന് നോക്കുമ്പോൾ വയലാറിൻ്റെ ചിത്രം കണ്ണിൽ പെട്ടില്ല. ഭാസ്കരൻ മാഷുണ്ട്, രാഘവൻ മാഷുണ്ട്, പാട്ടിൻ്റെ വലിയ നമ്മുടെയൊക്കെ എക്കാലത്തെയും പ്രചോദനങ്ങളായ ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറും ഒക്കെ ഉണ്ട്.
വയലാർ എഴുതിയത് കാലം അവിശ്രമം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതിരയാണ്, അതാണ് എൻ്റെ കുതിര. ഇപ്പൊ പുതിയ കാലം എന്ന് പറയുമ്പോൾ അതൊരു അനിവാര്യതയാണ്. കാലം അവിശ്രമം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണുന്ന സ്നേഹമാണ്, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന സ്നേഹമാണ് എന്നിൽ കാണുന്ന ചൈതന്യം, മനുഷ്യനിൽ കാണുന്ന ചൈതന്യം എന്ന് പാടുന്ന എഴുതുന്ന കലാകാരന്മാരും കലാകാരികളും എഴുത്തുകാരും കവികളും നമുക്കുണ്ടാവണ്ടേ? അതല്ലേ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് മൊയ്യൻകുട്ടി വൈദ്യർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ നൽകിയ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച പാത വിട്ട് മാറാൻ തോന്നുകയില്ല. പുതിയ കാലം എന്താ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുള്ള സംവിധാനമുണ്ട്. കല നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഉപകരണം തന്നെ കലയ്ക്ക് വേണ്ടിയുള്ള ഉപകരണമായും കലാരൂപമായും നമുക്ക് മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ അത്രമാത്രം കാലം മാറിയിരിക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ വയലാർ സൂചിപ്പിച്ച നമ്മളിലുള്ള സ്നേഹമാകുന്ന ചൈതന്യം അതിനനുസരിച്ച് മാറാൻ പാടുണ്ടോ? പക്ഷെ നമ്മൾ കാണുന്നത് എന്താ? മനുഷ്യരെ തന്നെ അകാരണമായി ഒരു മൃഗവും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ, അതായത് ഏറ്റവും പ്രധാനമായി സ്വയം അപകടം വരുന്നു എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ വിശന്നിട്ടോ അല്ലാതെ മറ്റൊരു ജീവിയെയും ആക്രമിക്കാറില്ല ഒരു മൃഗവും. പക്ഷെ മനുഷ്യനെന്താ? വിശന്നിട്ടാണോ? സ്വയം അപകടത്തിൽപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാവുമ്പോഴാണോ? അല്ല. സഹജീവികളെ ഒപ്പം ഇരുന്നു കൊണ്ട് കഴുത്തറുക്കാൻ, കുത്തിമലർത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു ജീവിയായി മനുഷ്യൻ മാറുന്നുവെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ബദറുൽ മുനീറിന്റെ പാട്ടുകൾ നാവുകളിൽ തത്തിക്കളിക്കുന്നതിനെ കുറിച്ച് യൂസഫ് അലി കേച്ചേരി എഴുതുന്നുണ്ട്. എങ്ങനെയാണ് ബദറുൽ മുനീറൊക്കെ 20-ാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. മരം എന്ന പേരുള്ള ചിത്രത്തിലാണെന്ന് തോന്നുന്നു 1973 കല്ലായി പുഴയൊരു മണവാട്ടി. ഇനി ഇവിടെ എന്താണ് ഗാനമേള നടക്കാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ രസം കൊല്ലുകയൊന്നും അല്ല, ഞാനൊരു പാട്ടുകാരിയേ അല്ല, ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് പാടിപ്പോകുന്നതാണ്. ആ പാട്ടിൻ്റെ ഒരു ഭാഗത്തുണ്ട്, പകലും രാത്രിയും പെണ്ണിൻ്റെ ചുണ്ടത്ത് ബദറുൽ മുനീറിൻ്റെ പാട്ടാണ്. ആരാണ് ബദറുൽ മുനീർ എന്ന് ആ പാട്ട് കേൾക്കുന്നവർ അന്വേഷിക്കും. അങ്ങനെയാണ് ചരിത്രത്തെ വർത്തമാന കാലത്തിലേക്ക്, അവരവർ ജീവിക്കുന്ന കാലത്തിലേക്ക് കവികളും കലാകാരന്മാരും കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ ആരാണ് ബദറുൽ മുനീർ എന്ന് ഈ പാട്ട് കേൾക്കുന്ന ഒരാൾ അന്വേഷിക്കും. ബദറുൽ മുനീർ മൊയ്യൻകുട്ടി വൈദ്യരുടെ ഒരു കഥാപാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കും. ഏതിലെ കഥാപാത്രം? അങ്ങനെ അതൊരു മന്ത്രിപുത്രനായിരുന്നു, രാജാവിൻ്റെ ചക്രവർത്തിയുടെ മകളുമായി പ്രണയത്തിലായിരുന്നു. അങ്ങനെയുണ്ടോ? അത് ഒരാൾ മുകളിലും ഒരാൾ താഴെയുമാകുന്ന അല്ലെ, സ്ഥാന വ്യത്യാസമുണ്ടല്ലോ. ചക്രവർത്തി എവിടെ, മന്ത്രി എവിടെ? എത്രയായാലും അത് ആ വ്യത്യാസം മറന്നുകൊണ്ട് അവർ പ്രണയിച്ചോ? അതിനെ അന്നത്തെ മനുഷ്യർ അനുകൂലിച്ചോ? ഇത്തരം അന്വേഷണങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലേക്കാണ് നീങ്ങുക. കാലം മാറി വരും എന്നെഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ മാറി കരയാകും, കര പിന്നെ കടലാകും, കഥ ഇത് തുടർന്നു പോകും എന്നെഴുതി. അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ മഴുവെടുത്തെറിഞ്ഞിട്ടാണ് കടൽ മാറി കരയായി കേരളം ഉണ്ടായത് എന്നൊക്കെയുള്ള, അതൊക്കെ കഥയാണ്. വാസ്തവത്തിൽ എന്താ? കടലു മാറി കരയായിട്ടാണ് ഈ നമ്മൾ ജീവിക്കുന്ന ഭൂമി ആകെ ഉണ്ടായിട്ടുള്ളത്. കേരളവും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതാരും മഴുവെറിഞ്ഞിട്ടൊന്നുമല്ല. അതൊക്കെ പിന്നീട് ഓരോ സമുദായങ്ങളും അവരവരുടെ സമുദായത്തിന് പ്രാധാന്യം കിട്ടുവാൻ വേണ്ടി ഉണ്ടാക്കി തീർത്ത, വിശേഷിച്ച് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഒക്കെ
ബ്രാഹ്മണ മതവും ആര്യ വർഗവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയെ മനോഹരമാക്കി നിലനിർത്തുന്നത് എന്താണ്? ഈ ഭൂമിയിലെ ജീവജാലങ്ങളാണ്. ആ ജീവജാലങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മനുഷ്യനും കൂടിയാണ്. പക്ഷെ ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? മറ്റൊരു ജീവജാലവുമല്ല, മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് ONV സാറിന് എഴുതേണ്ടി വരുന്നത് ആ സന്ദർഭത്തിലാണ്. പരിസ്ഥിതി നാശത്തിലൂടെ മനുഷ്യരെ തന്നെ മനുഷ്യർ കൊന്നൊടുക്കുന്നതിലൂടെ, സ്നേഹമില്ലായ്മയിലൂടെ, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മതം പ്രചരിപ്പിക്കുന്നതിലൂടെ. അങ്ങനെ ഒരു മതമുണ്ട്, അറിയോ? വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു മതം ഉണ്ട്, നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അജ്ഞാതമായി, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മതമല്ല. അങ്ങനെയുള്ള ഒരു മതവും മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. മഹാനായ അക്ബർ 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. അന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലേ? 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്ത് ഈ മലപ്പുറം ജില്ല കത്തിച്ചു കളയണമെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? മനുഷ്യർ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും പലതവണ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം, മനുഷ്യ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജില്ലയ്ക്കകത്ത് വന്ന് നിൽക്കുമ്പോഴാണ്. അത് കയ്യടി കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, വാസ്തവമാണ്. ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ളത് കോഴിക്കോടാണ്, മലപ്പുറത്തല്ല. ഏറ്റവും നല്ല സ്നേഹം കിട്ടുന്നത് മലപ്പുറത്താണ്. അപ്പം ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ പറയുന്നത്, ഇനി ഈ ജില്ലയിൽ കയറി പോകരുത്, നീ മലപ്പുറത്തെയും കോഴിക്കോടിനെയും കുറിച്ചാണ് അവിടെ പ്രശംസിച്ചിട്ട് വന്നത്, അതുകൊണ്ട് ഇനി ഈ ജില്ലയിൽ കാലുകുത്തരുത് എന്ന് പറയാൻ പാടുണ്ടോ? പ്രാദേശികവാദം, വർഗീയവാദം, മതതീവ്രവാദം, ഇതൊക്കെ മനുഷ്യനെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളെ തിരിച്ചറിയാനും അതിനെതിരായി കലയിലൂടെ പ്രതികരിക്കാനും എല്ലാവർക്കും ഇപ്പോൾ പുറത്തിറങ്ങി ഇത്തരം പ്രതികരണങ്ങൾ, ഇത്തരം ആശയങ്ങളോട് മുദ്രാവാക്യം വിളിച്ചോ സമരത്തിൽ പങ്കെടുത്തോ ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മുടെ പ്രതികരണം കലയിലൂടെ, എഴുത്തിലൂടെ, പാട്ടിലൂടെ, കവിതയിലൂടെ, നോവലിലൂടെ, നാടകത്തിലൂടെ ഒക്കെ ആവാം. ആ നിലയിൽ നമ്മൾക്ക് പ്രതികരിക്കാൻ സാധിക്കും. അത്തരം പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടാവണം, അത്തരം പ്രതികരണം നടത്താൻ നമുക്ക് കഴിയണം എന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഞാൻ അക്ബറിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മഹാനായ അക്ബർ ചെയ്തതെന്താ? ഞാൻ പറഞ്ഞ നേരത്തെ മലപ്പുറം കത്തിക്കണമെന്ന് പറഞ്ഞ ആ ജീവി നമ്മളോട് പറയുന്ന എന്താ? മുഗൾ ഭരണാധികാരികൾ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ വർഗീയത രൂപപ്പെട്ടത് എന്നാണ്. ചരിത്രത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല അത്. അതിനാണ് ഞാൻ അക്ബറിനെ ഉദാഹരിച്ചത്. അക്ബറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അക്ബർ, ഹുമയൂൺ, ഔറംഗസേബ്, ഷാജഹാൻ തുടങ്ങി എത്രമാത്രം മുഗൾ ചക്രവർത്തിമാരാണ് ഉണ്ടായിരുന്നത്. അവരാരും ഈ അവരുടെ അധികാര പരിധിയിൽപ്പെട്ട ഇന്ത്യ ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശത്തിലെ ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനോ ഈ പ്രദേശത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനോ ശ്രമിച്ചില്ല. പകരം അക്ബർ ചെയ്ത എന്താ? ദീൻ ഇലാഹി എന്നൊരു പുതിയ മതം കൂടി മുന്നോട്ട് വെച്ചു, അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതങ്ങൾ, അതേതായാലും ആ ഒരു മതവും മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ
സ്നേഹസാരമിഹ സത്യമേകമാം. സത്യമായിട്ടുള്ളത് സ്നേഹം മാത്രമാണ് എന്നെഴുതിയ കുമാരനാശാൻ, ആശാൻ എവിടെ നിന്ന് കിട്ടിയ ആശയം? അത് അദ്ദേഹം ജീവിച്ച സമൂഹത്തിൽ നിന്ന് കിട്ടിയതാണ്, മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരിൽ നിന്നും കൂടി കിട്ടിയതാണ്, മതങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്ന് കൂടി കിട്ടിയതാണ്. അക്ബർ പറഞ്ഞത്, നിങ്ങളിൽ ഇസ്ലാമിക വിശ്വാസികളുണ്ട്, ക്രിസ്തുമത വിശ്വാസികളുണ്ട്, ഹൈന്ദവ വിശ്വാസികളുണ്ട്, പാഴ്സികളുണ്ട്, ജൂതരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്, പല മതക്കാരുമുണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഉണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം കിട്ടുന്നില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഞാൻ പുതിയൊരു മതം മുന്നോട്ട് വയ്ക്കുന്നു, ദീൻ ഇലാഹി. നിങ്ങൾക്ക് വേദനയ്ക്ക് പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കൂ എന്നല്ല അക്ബർ പറഞ്ഞത്, അല്ലേ? ഇതാണ് ഇസ്ലാം മതത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതാണ് മുസ്ലിങ്ങൾ പിൻപറ്റുന്ന, ശരിയായ മതവിശ്വാസികൾ പിൻപറ്റുന്ന ഒരു ചരിത്രബോധം എന്ന് പറയുന്നത്. അത്തരം ആളുകളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അവർക്കിടയിൽ വിദ്വേഷം, മതവിദ്വേഷം, മതങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന വിധത്തിൽ വിദ്വേഷത്തിൻ്റെ മതം പ്രചരിപ്പിക്കുന്ന, അത് അദൃശ്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഈശ്വരനോ ഒരു വിഗ്രഹമോ ഒന്നുമില്ല. ഈ വിദ്വേഷത്തിൻ്റെ മതം എന്ന് പറയുന്നത് ഒരു ആശയമായി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വിഷമാണ്. അതിനെ ഇങ്ങനെ നമ്മുടെ മനസ്സുകളിൽ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ തിരിച്ചറിയണം. അതാണ് പുതിയ കാലത്ത് കലയിലൂടെ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതിന് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണുകളിലൂടെ വന്നു പോകുന്ന റീൽസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, പിന്നെ പുതിയ പുതിയ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകളെ വായിക്കാൻ കഴിയുന്ന ഒരു ഇൻ്റർനെറ്റ് വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന അതേ ആംഗ്യത്തോടെയും അംഗവിക്ഷേപങ്ങളോടെയും തന്നെ മതവിദ്വേഷ പ്രസംഗമാക്കി മാറ്റാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ, നിർമ്മിത ബുദ്ധിയിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ, ഞാൻ ഈ പറയുന്നതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും. അത്രയ്ക്ക് അപകടം നിറഞ്ഞ സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. സാങ്കേതിക വിദ്യ മനുഷ്യനെ ഒരുപാട് മുന്നോട്ട് വരാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെതായ അപകടവും കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ പറയുന്ന വാട്സാപ്പ് ചാറ്റുകളിലൂടെയും ഈ പറയുന്ന റീൽസ് തുടങ്ങിയ രൂപങ്ങളിലൂടെയും ഒക്കെ ഈ മതവിദ്വേഷത്തിൻ്റെ, മനുഷ്യവിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ആശയം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കണ്ട് കൈയടിക്കരുത്. അത് കാണുമ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും കൂടി വിദ്വേഷികളാക്കാൻ ശ്രമിക്കരുത്. അതിൽ പറയുന്ന ആശയങ്ങളല്ല, സ്നേഹത്തിൻ്റെ ആശയങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അത് കലയിലൂടെ ആയാലും നമ്മുടെ ഇടപെടലിലൂടെ ആയാലും ശരി, അതാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സാഹിത്യത്തെ, കലയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. വല്ലാതെ അസമത്വം വളർന്നുകൊണ്ടിരിക്കുന്ന, വല്ലാതെ അനീതി വളർന്നുകൊണ്ടിരിക്കുന്ന, വിവേചനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപരവിദ്വേഷം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേവലം വിനോദത്തിന് മാത്രമായി കലയെ നമുക്ക് കാണാൻ കഴിയില്ല. അത് പ്രതികരണവും പ്രതിരോധവും പ്രതിഷേധവും ഒക്കെയായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. കലയെ അങ്ങനെയൊക്കെയും നമ്മൾ കാണേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ സ്വയം അത് ഓർക്കുക കൂടിയാണ്.
എനിക്കും അത് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു പാട്ട് അപരവിദ്വേഷത്തിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് തോന്നണം എന്ന് ഞാൻ എന്നെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വർത്തമാനത്തിലൂടെ ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും സ്വയം ഓർത്തുകൊണ്ടും ഇവിടെ കുറച്ച് നിങ്ങൾ നേരത്തെ ഞാൻ സംസാരിക്കുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ആളുകൾ ഗാനമേള കേൾക്കാൻ വന്നവരാണെന്ന് എനിക്കറിയാം. എന്നാലും അപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളെ എല്ലാവരെയും കാണാനുള്ളൊരു അവസരം കിട്ടിയതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് മതനിരപേക്ഷവും ജനാധിപത്യവും ആയ കലകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. മത വിദ്വേഷത്തിൻ്റെ ഏത് ആശയത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. മനുഷ്യവിദ്വേഷത്തിൻ്റെ ഏതൊരു ആശയത്തെയും എതിർക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു മാഡം. നല്ല കൊച്ചു കൊച്ചു വാക്കുകൾ. അതിലപ്പുറം നമ്മുടെ മലപ്പുറം ജില്ലയെ തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് അഭിനന്ദിച്ചു എന്നുള്ളത് വല്ലാതെ കുളിരു പകരുന്നുണ്ട്. ആ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ ഹൃദയംഗമമായ നന്ദി പറയുകയാണ്. നമ്മളെ പരിപാടികൾ പുറത്ത് ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കിയുള്ളൂ. കുറച്ച് വൈകിയാണെങ്കിലും ഈ പരിപാടിക്ക് ഇബ്രാഹിം സാഹിബ് എത്തും എന്നെൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഇത് ഫോട്ടോ അനാച്ഛാദനമുണ്ട്. ആ ചടങ്ങ് സാർ അവിടെ താഴെ വെച്ച് നടത്തും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഈ സമ്മേളനത്തിലെ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, അക്കാഡമിയുടെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ എണ്ണത്താണി, ഇതിൻ്റെ സെക്രട്ടറി പ്രിയങ്കനായ ശ്രീ ബഷീർ ചുങ്കത്തറ, വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ നമ്മോട് സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടുള്ള ശ്രീമതി കലാദേവി അടക്കമുള്ള പ്രമുഖരെ, ജനപ്രതിനിധികളെ, കലാസ്വാദകരെ, സാംസ്കാരിക പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ സത്യത്തിൽ ഞാനിവിടെ പറയായിരുന്നു, കൂടുതൽ ആളുകൾക്ക് ഈ പ്രസംഗത്തിനോടൊരു താല്പര്യം തീരെ ഇല്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയേണ്ട വർത്തമാനങ്ങൾ നമ്മൾ പറയുകയും വേണം. നമ്മുടെ ചുറ്റുപാടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും അതുപോലെ തന്നെ സങ്കടങ്ങളും കുറച്ചൊക്കെ സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വർത്തമാനം നമുക്ക് പറയാൻ പറ്റിയ വേദി ഈ സാംസ്കാരിക സമ്മേളനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ തലങ്ങളെയും ഒരുപോലെ സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഈ വൈദ്യർ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വാർഷിക പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ പ്രത്യേകിച്ച് ചെയർമാനെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്രട്ടറി ബഷീറിനെയും അഭിനന്ദിക്കുകയാണ്. സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പുറത്ത് മറ്റു പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. മന്ത്രി നേരത്തെ വന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോയി. ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ സുദീർഘമായൊരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജയ് ഹിന്ദ് പറഞ്ഞു. ഇനി നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ ആശംസാ പ്രസംഗമാണ്. അതിലേക്ക് ബ്ലോക്ക് മെമ്പറായ അഡ്വക്കേറ്റ് ഇ ഖദീജ. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ സ്വാഗത പ്രാസംഗികൻ ഹുസൈൻ രണ്ടത്താണി, അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായ ഈ പരിപാടിയുടെ അധ്യക്ഷനും, അതുപോലെ തന്നെ നമ്മുടെ MLA, അതുപോലെ തന്നെ മറ്റു മെമ്പർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്ന കവിയുടെ സ്മരണക്കായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വൈദ്യർ മഹോത്സവ പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. മാപ്പിള കലയുടെ സാഹിത്യത്തിനും അതുപോലെ തന്നെ ആത്മാവും അസ്തിത്വവും ഉള്ള ഒരാളായിരുന്നു നമ്മുടെ മോയിൻകുട്ടി വൈദ്യർ.
അദ്ദേഹത്തിൻ്റെ ബദർ പടപ്പാട്ടും ഉഹുദ് പടപ്പാട്ടും വളരെയധികം പ്രശസ്തമായിട്ടുള്ള 2 കവിതകളായിരുന്നു. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ വളരെ ഈണത്തിലും വളരെ നല്ല ഇതിലും നമ്മുടെ ഈ കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഈ പരിപാടി അദ്ദേഹം അന്നത്തെ കാലത്ത് നടത്തി പോന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അയാളുടെ മഹിമ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കലയും സാഹിത്യവും ഒരുപോലെ കൊണ്ടു നടന്ന അദ്ദേഹം നമ്മുടെ കൊണ്ടോട്ടിക്കാരുടെ ഒരു മാതൃകയായി മാറിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം നമ്മളെ താഴത്ത് നമുക്ക് നല്ല മാപ്പിളപ്പാട്ടുകളും കലാമേളകളും നടക്കാനുള്ളത് കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി കൗൺസിലർ ചുണ്ടക്കാടൻ സജീവ് കുമാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന അബ്ദുറഹിമാൻ സ്പോർട്സ് വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി, അധ്യക്ഷൻ, അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ, പിന്നെ വൈദ്യസ്മാരക പ്രഭാഷണം ചെയ്ത ശശികല മാഡം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വൈദ്യർ മഹോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിലാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ അഭിമാനമായ എഴുത്തുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു കവിയാണ്, മാപ്പിളപ്പാട്ടിൻ്റെ കുലഗുരുവാണ് ശ്രീ വൈദ്യർ. 8ാം വയസ്സിൽ അദ്ദേഹം വണ്ടും പൂ എന്നൊരു ഗ്രന്ഥത്തിലൂടെ ശകലത്തിലൂടെ തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. മലപ്പുറം കിസ്സ, ബദറുകൾ, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെയും മായൻ്റെയും കഥ, പിന്നെ നമ്മുടെ എല്ലാം ലോകത്തിലെ ആദ്യത്തെ പ്രണയകാവ്യമായ ബദറു മുനീറും സുനി ജമാലും, അതുപോലെ തന്നെ നിരവധി കിസ്സകളും വെറ്റില പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. അതുപോലെ തന്നെ വൈദ്യരെ കുറിച്ച് പഠിക്കാൻ നിരവധി ആളുകൾ ഈ രംഗത്ത് വന്നു. നമുക്കിവിടെ ഒരു വൈദ്യർക്കായിട്ടൊരു സ്മാരകമുണ്ട്. അതിൽ കുറേ കോഴ്സുകളും പഠിക്കാനുള്ള ഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മളെല്ലാവരും ഉപകാരപ്പെടുത്തണം. പിന്നെ പറയാനുള്ളത് പറഞ്ഞത്, വർഷങ്ങളായി നമ്മൾ നടത്തുന്ന ഈ മഹോത്സവം വൈദ്യരെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ മാനവീയം വേദിയിൽ അവിടേക്ക് പോകണം. അവിടെ വെച്ച് നമ്മളെ MLA നമ്മുടെ ഈ ഗാലറി അക്കാദമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, അഡ്വക്കേറ്റ് TP രാമചന്ദ്രൻ,
KMK വെള്ളയിൽ, അബ്ദുൽ സലാം പുഷ്പഗിരി, മുഹമ്മദ് കുട്ടി അരീക്കോട്, അബൂബക്കർ കീശ്ശേരി എന്നിവരുടെ ഫോട്ടോകൾ നമ്മുടെ MLA അനാച്ഛാദനം ചെയ്യുന്നൊരു ചടങ്ങ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി ആരംഭിക്കും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ചുമതല ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഇവിടെ അധ്യക്ഷം വഹിച്ച ഞങ്ങളുടെ അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഇത് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മന്ത്രി വി അബ്ദുറഹ്മാൻ, ഇവിടെ അധ്യക്ഷം വഹിച്ച ഇവിടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്ന MLA TV ഇബ്രാഹിം അവർകൾ, ഇവിടെ വൈദ്യർ സ്മാരക പ്രഭാഷണം നടത്തിയ ഡോക്ടർ PS ശ്രീകല, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ അഡ്വക്കേറ്റ് E ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ ചുണ്ടക്കാടൻ സജീവ് കുമാർ, ഇവിടെ പങ്കെടുത്ത ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത സഹൃദയരായ എല്ലാവർക്കും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും മാനവീയം വേദിയിലേക്കും തുടർന്നുള്ള EKIM തുറന്ന വേദിയിലെ കലാപരിപാടിയിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി.